എന്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, ജീവിതം വെറുമൊരു സാധാരണമായ ഒന്നാണെന്നോ, നിശബ്ദമാണെന്നോ, അല്ലെങ്കിൽ തികച്ചും അനിശ്ചിതത്വത്തിലാണെന്നോ നിനക്ക് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകാം. അർത്ഥവത്തായ എന്തെങ്കിലും സത്യമായും സംഭവിക്കുന്നുണ്ടോ എന്ന് നീ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം. എന്നാൽ ഈ സത്യം നീ ഓർക്കുക: ദൈവം പലപ്പോഴും തന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അദൃശ്യമായ വഴികളിലൂടെയാണ് ഒരുക്കുന്നത്. നിനക്ക് മന്ദഗതിയിലോ കാര്യമായ മാറ്റങ്ങളില്ലാത്തതോ ആയി തോന്നുന്നത് നിന്റെ ഹൃദയത്തിനുള്ളിൽ ദൈവം ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി അവൻ ഒരുക്കിയിട്ടുള്ളത് കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നിയിട്ടുമില്ല എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. പുരോഗതി കാണാൻ കഴിയാത്തപ്പോഴും നിന്റെ ബുദ്ധിക്ക് അപ്പുറമായി ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അവൻ നിന്റെ വിശ്വാസം ബലപ്പെടുത്തുകയും നിന്റെ സ്വഭാവത്തെ പാകപ്പെടുത്തുകയും നീ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒന്നിനായി നിന്നെ ഒരുക്കുകയും ചെയ്യുന്നു. നീ വലിച്ചു നീട്ടപ്പെടുന്നതായോ പരീക്ഷിക്കപ്പെടുന്നതായോ നിനക്ക് തോന്നാം. എന്നാൽ നമ്മിൽ തുടങ്ങിയ നല്ല പ്രവൃത്തിയെ ദൈവം പൂർത്തിയാക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ തുടങ്ങിയത് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഓരോ പാഠങ്ങളും, ഓരോ താമസങ്ങളും, ക്ഷമയോടെയുള്ള ഓരോ നിമിഷങ്ങളും വരാനിരിക്കുന്ന നല്ലതിനായി നിന്നെ വാർത്തെടുക്കുകയാണ്. ഈ കാലഘട്ടം ശൂന്യമല്ലെന്ന് വിശ്വസിക്കുക, കാരണം ഇതിന് ദൈവീകമായ ഒരു ഉദ്ദേശ്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവർ ആറ്റരികത്ത് നട്ടതും തക്ക സമയത്ത് ഫലം നൽകുന്നതുമായ മരം പോലെയാണെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീ വിശ്വാസത്തിലും സത്യത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം ശരിയായ സമയത്ത് വളർച്ചയും കരുത്തും അനുഗ്രഹവും നൽകുമെന്ന് പ്രതീക്ഷിക്കുക. എല്ലാം ഇപ്പോൾ തന്നെ മനസ്സിലാക്കണമെന്ന സമ്മർദ്ദം നീ ഉപേക്ഷിക്കുക. നിനക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത കാര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുക. നീ സങ്കൽപ്പിച്ചതിനേക്കാൾ വലിയ സമാധാനത്തിനും ലക്ഷ്യത്തിനും അനുഗ്രഹങ്ങൾക്കുമായി അവൻ നിന്നെ ഒരുക്കുകയാണ്. വിശ്വാസത്തോടെ ഇരിക്കുക, എന്നോട് ചേർന്നു നിൽക്കുക, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക.